ആദ്യമായി ഈശ്വര പ്രാർത്ഥന. നമ്മുടെ നീലകണ്ഠൻ എവിടെ? ആളെ കാണാനില്ല. ഒരു നല്ല കാര്യത്തിന് വരുമ്പോ കള്ളിമുണ്ട് എടുത്തിട്ട് വരിക. വെള്ളമുണ്ടായിക്കൂടെ? അഖിലാണ്ട മണ്ഡല മണിച്ചുരുക്കി അതിനുള്ളിൽ ആനന്ദം ദീപം കൊളുത്തി മതി മതി. അവിടെയും കടം പറഞ്ഞ പരമാരും അങ്ങനെ ഇല്ലേ? എന്താ വേണ്ടേ? പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെയൊരു മഹാസമ്മേളനം നടത്താൻ തോട്ടുങ്ങര പഞ്ചായത്തിന് ഭാഗ്യമുണ്ടാക്കി തന്ന ശ്രീമാൻ നീലകണ്ഠനോട് നമുക്ക് നന്ദി പറയാം. നീലകണ്ഠനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പരിചയം കൂടിപ്പോയതുകൊണ്ടാണല്ലോ കടം കൊടുക്കേണ്ടി വന്നത്. അയാളുടെ നിന്ന് മേടിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെ ഇടയ്ക്കേറി സംസാരിക്കേണ്ട ഇതൊരു യോഗമാണ്. ആരുടെ യോഗമാണ്? നീലാണ്ടന്റെ യോഗം. അല്ലാണ്ട് ആരുടെ യോഗമാണ്? നമുക്കിനി കാര്യപരിപാടിയിലേക്ക് കിടക്കാം. അത് മതിയല്ല. അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞിട്ട് എന്റെ ഒരു ആശംസ പ്രസംഗം, അത് കഴിഞ്ഞിട്ട് മതി കാര്യപരിപാടിയൊക്കെ. എന്താ നിന്റെ വളിച്ച പ്രസംഗം കേൾക്കാനല്ല ഞങ്ങൾ വന്നേക്കണത്, കാശ് മേടിക്കാനാണ്. അത് പറയാം. തർക്കം വേണ്ട. ഇനി ഈ യോഗത്തിൽ പ്രസംഗമില്ല. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കടം വാങ്ങിയ നീലകണ്ഠന് കണക്കറിയില്ല. പക്ഷെ കൊടുത്ത എനിക്കും നിങ്ങൾക്കും കൃത്യമായിട്ടുള്ള കണക്കുണ്ടാവും. കടം കിട്ടാനുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് കണക്ക് ഇവിടെ ഏൽപ്പിക്കുക. പീതാംബര, ഇവരെ കണക്ക് വേണിക്ക്. രാവുണ്ണി മുതലാളി പറഞ്ഞ എല്ലാവരും കേട്ടല്ലോ. വളരെ കൃത്യമായി സത്യസന്ധമായി നീലാണ്ട കടം എല്ലാവരും പടപടയെന്ന് പറഞ്ഞ് വേണം കേട്ടോ. എന്റെ കണക്ക് 600, 4370. ജോസൂട്ടി എത്ര? പാല് കുടിച്ചിട്ട് നന്നായില്ലോടാ നീ. മീൻ്റെ മൊയ്തൂര് എത്ര? 678 പലിശ ഉൾപ്പെടെ. 78 രൂപയോ? പലിശ ഉൾപ്പെടെ 650. ഈ നമ്പറിന് 23 രൂപ 50 പൈസ. കണക്ക് റെഡിയായില്ലേ? റെഡിയാ മുതലാളി. ഇനി ആർക്കൊന്നും ബാക്കിയില്ലല്ലോ. എന്നാ മുതലാളി ഈ കണക്ക് എന്നെ കൂടെ പിടിച്ച് കയറ്റി. തോട്ടുങ്കര നിവാസികളെ, നിങ്ങളേവരും കാത്തിരുന്ന നീലകണ്ഠന്റെ ആ കടക്കണക്ക് ഇതാ രൂപം കൊണ്ട് കഴിഞ്ഞു. നിങ്ങളുടെ അറിവിനായി ഞാനിത് വായിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് കൈയടിച്ചെന്നെ പ്രോത്സാഹിപ്പിക്കണം. പലചരക്ക് സത്യവാൻ 3000 രൂപ, വെടി വഴിപാട് 46 രൂപ, റേഷൻ കട കുമാരൻ 110 രൂപ 75 പൈസ, ചെത്തുകാരൻ സഖാവ് കണാരൻ 4250 രൂപ, മൊയ്തു മീൻ 68 രൂപ. മൊയ്തു മീൻ അല്ല, മൊയ്തു മീൻ. മൊയ്തു മീൻ. അപ്പൊ ഒരു കോമിട്ടുള്ളൂ. മൊയ്തു മീൻ 68 രൂപ, വാസു കള്ള് 175 രൂപ, പത്മാവതി പാല് 80. പത്മാവതി പാലല്ല, പത്മാവതി പാല്. അപ്പ ആ കോമെടുത്ത് ഇവിടെ വെച്ചൂടെ? പത്മാവതി പാല് 86 രൂപ, ബാർബർ നാണു 1750. തലേന്നല്ലേ? അങ്ങനെ നമ്മുടെ നാടിന് നീലകണ്ഠൻ കൊടുക്കാനുള്ള ആകെ തുക 1,37,433 രൂപ 50 പൈസ. ഇത്രയും വലിയ തുക ഇത് ആര് കൊടുക്കും? നീ കൊടുക്കും. ആരും കൊടുക്കാനാ? എല്ലാവരും ഇങ്ങനെ കൂടി നിന്നാൽ ആ പാവം ചത്തുപോകും. നീലാണ്ട അവിടെ പോയി. പറന്നുപോയോ? മോനെ കേശവ, ഈ നീലകണ്ഠൻ ഒരു കളി കളിക്കാൻ പോവാണ്. ഇത്രയും കാലം എന്നെ ഓടിച്ചിട്ട കടക്കാർക്ക് നേരെ ഒരു ആത്മഹത്യാ കളി. നീ എന്റെ കൂടെ നിൽക്കണം. ഇതിൽ ഞാൻ വിജയിച്ചാൽ നിന്റെ അണ്ടകടാകം നിറയെ ഞാൻ പനങ്കല്ല് വാങ്ങിച്ചു തരും. നീ അതോട് ചലമ്പുണ്ടാക്കാൻ നിൽക്കണം. കളി ആരംഭിക്കാം. നീ എന്ത് വിവരക്കേടാണ് കാണിക്കുന്നത്? അതെ, എന്റെ വിവരക്കേട് കൊണ്ടാണല്ലോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടക്കാരനായത്. കടം മേടിച്ച കാശ് മടക്കി കൊടുത്തിട്ട് വർത്താനം പറയണം. മടക്കി കൊടുക്കാതെ ഞാൻ വർത്താനം പറയുള്ളൂ. നീ കയറി കൊടുത്തിട്ട് എന്ത് കാണിക്കാൻ പോവാ? ഞാൻ കയറെ കൊടുത്തിട്ട് ഊഞ്ഞാലാടാ പോവുക. കയറെ കൊടുത്തിട്ട് അറിയില്ലേ തൂങ്ങിച്ചാവാൻ പോവാണെന്ന്? എടാ, പോലീസിന് ഫയർഫോഴ്സിന് ആള് പോയിട്ടുണ്ട്. അവര് വന്ന നീ അകത്താവണം. ഞാനല്ല, നിങ്ങളാ. ഇത് കണ്ടോ ആത്മഹത്യാക്കുറിപ്പ്? എന്റെ മരണത്തിന് ഉത്തരവാദികൾ നിങ്ങളാണെന്നുള്ളതിന്റെ ആത്മഹത്യാക്കുറിപ്പ്. എടാ, നമുക്ക് എല്ലാത്തിനും പരിഹാരം കാണാം. ഒരു പരിഹാരം കണ്ടോ? മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോ ഞാൻ കരുതി എന്റെ കണക്കെല്ലാം എഴുതി തള്ളാനായിരിക്കുന്നു. അത് എനിക്കിട്ട് തള്ളാനാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. എടാ, നീ ഇറങ്ങി വാടാ. ഇല്ല, ഞാൻ ചാകാൻ തന്നെ തീരുമാനിച്ചു. അയ്യോ എടാ, നീ എന്താ കാണിക്കുന്നത്?
കുട്ടാ കഴിച്ചോ, ശരിക്കും കഴിച്ചോ. ഈ ഓറഞ്ചോടെ കഴിക്കും. നിങ്ങൾക്കൊക്കെ ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. റബ്ബില്ലാലമില്ലാതെ പടച്ചാമ്പരാനെ ഇച്ചിരി ബൈകാണെങ്കിൽ ഇപ്പോഴെങ്കിലും അറിഞ്ഞ നന്നായി അല്ലേ. അല്ല, നമുക്ക് എവന്റെ വീട്ടിൽ ഇനിയെങ്കിലും വിവരം അറിയിക്കണ്ട. വീട്ടിൽ അറിയിക്കണ്ട. എന്താ? വെറുതെ ആ പെണ്ണിന്റെ കരച്ചിലും തള്ളയുടെ തെറിയും കേൾക്കേണ്ടി വരും. ഓ മോനെ നീലാണ്ട, ദേ ഈ ആപ്പിളം കഴിച്ച് തടിഞ്ഞു പോരട്ടെ. ഇതാ കഴിച്ചു. നീലാണ്ട, അരയില് കുപ്പി ഇരിപ്പുണ്ട്, ഒരെണ്ണം ഒഴിക്കട്ടെ. ഒഴിക്കലും കൊടുക്കലും ഒക്കെ പിന്നെ. അപ്പോഴേ ശുശ്രൂഷ കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് മാറി തന്ന ഉപകാരമായിരിക്കും. എല്ലാവർക്കും വേണ്ടേ സേവിക്കാൻ ഒരു അവസരം. ഓ എന്താടാ കുട്ട നീ കരയണേ? ഇവരുടെയൊക്കെ ഈ സ്നേഹം കാണുമ്പോ സഹിക്കാൻ പറ്റണ മുതലാളി. നീ ആരോഗ്യത്തോടെ പുറത്തു വരേണ്ടത് നാട്ടുകാരുടെ ആവശ്യമാണ്, അറിയില്ലേ? അതെന്തിനാ? മരത്തിന്ന് വീണതോടെ നീ കടത്തിന്റെ കാര്യം മറന്നോ? അയ്യോ, ഇവൻ മറന്നാൽ നമുക്ക് മറക്കാൻ പറ്റുമോ അല്ലേ? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. നീലാണ്ടന്റെ കടം എല്ലാവർക്കും കൂടി അങ്ങോട്ട് എഴുതി തള്ളാം. എഴുതി തള്ളാനോ? താമര തന്നെ അങ്ങോട്ട് എഴുതി തള്ളിക്കോ. എനിക്ക് എന്റെ കാശ് കിട്ടണം. ആരൊക്കെ എന്തൊക്കെ ഈ തള്ളിയാലും നമുക്ക് നമ്മുടെ മീന്റെ കായ് കിട്ടണം. എനിക്ക് എന്റെ കള്ളിന്റെ കാശ് കിട്ടണം. അപ്പൊ എന്റെ വാഴന്റെയോ? എന്റെ ഭഗവതി, ഇതെന്തൊരു പരിമായം! എത്ര പെട്ടെന്നാണ് ഇവരുടെയൊക്കെ സ്നേഹം ഇല്ലാണ്ടായത്. എടാ മോനെ, ഇതാടാ ജീവിതം. എനിക്ക് ജീവിക്കണ്ട മുതലാളി, ഇത്തിരി വിഷം മേടിച്ചു താ. വിഷാ? എടാ കാണാരാ, അവൻ പറയണത് കേട്ടില്ലേ? ഈ ചത്താപ്പിന് ഞങ്ങളുടെ കാശാരി തരും. ഈ ജന്മം എനിക്കത് തരാൻ പറ്റുമെന്ന് തോന്നണില്ല. ഈ കടപ്രശ്നത്തിന് നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടേ പറ്റും. ഇവന്റെ കടം തീർക്കാൻ ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ കാണുള്ളൂ. എന്നാ വഴിയാ? ഗുസ്തി മത്സരം, വമ്പിച്ച ഗുസ്തി മത്സരം, ക്ഷേത്ര മൈതാനിയിൽ വമ്പിച്ച ഗുസ്തി മത്സരം. പ്രിയമുള്ളവരെ, തൊട്ടിൻകരയുടെ കണ്ണിലുണ്ണിയായ പൊന്നോമന പുത്രനായ ശ്രീമാൻ നീലകണ്ഠനെ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ധനശേഖരാർത്ഥം വമ്പിച്ച പ്രദർശന ഗുസ്തി മത്സരം ക്ഷേത്ര മൈതാനിയിൽ. കൊടുമയിൽ ചൂടാനൊരു കൊടുമുള്ള മലർമാല കോർത്തു വെച്ചു. മൊയ്തോ, എന്താ ഈ പാതിരാത്രിയില്? പെരുത്ത് നാളായി നമ്മുടെ ഗൾബിന്റെ അകത്ത് ഒരു ആഗ്രഹം. എന്ത്? അല്ല, ദമയന്തിന്റെ കൂടെ ഒച്ച വെച്ച് ആളെ കൂട്ടി ഹലാക്കാക്കി നമ്മുടെ മാനം കളയരുത്. മോനെ പോകണ്ടെങ്കിൽ നീ എന്താണ് ഇവിടെ? അല്ലാതെ പിന്നെ ഞമ്മ മീന്റെ കായെന്ന് വന്ന മീന്റെ കാശ് പൗരക്കാടോ മീൻ കച്ചവടം ഞമ്മ ദമയന്തിക്ക് നിന്റെ സൂക്കാരിക്ക് മനസ്സിലായി. മേലാലി ബൈക്ക് കണ്ട നിന്റെ കാലിയെ തല്ലി പോടാ പോടാ ഇവിടുന്ന്. കൊടുക്കാറില്ലേ ചേട്ടാ? നിന്റെ സ്വഭാവം ഈ നാട് മൊത്തം അറിയാവുന്നോണ്ടാണല്ലോ പലരും ഇങ്ങനെ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നത്. ഞാൻ അങ്ങനത്തെ തോന്നുന്നുണ്ടോ കാണാനായിട്ടിന്? എനിക്ക് അങ്ങനെ വലിയ വിശ്വാസക്കുറവൊന്നും ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. കാണാനായിട്ട് ഇങ്ങനെ പോവണ്ട. പോകാനല്ലല്ലോ ഞാൻ വന്നത്. തോട്ടുകടലിലേക്ക് സ്വാഗതം. അങ്ങാട് കൊണ്ടുപോ അസിസ്റ്റന്റ്. ഇതെന്താണ് ഇട്ടാലോടി എടുത്താലോടി? അതാടാ പയൽവാന്മാരുടെ ഒരു രീതി. നീ അങ്ങോട്ട് ഇട്. പടക്കം അതൊക്കെ പൊട്ടിച്ചു തീർന്നു. ഞാൻ ദമയന്തി. ഫയൽമാൻ ചേട്ടന്റെ പേരെന്താ? ഒളിമ്പ്യൻ ഭൂതം അപ്പച്ചൻ. ഒളിമ്പൻ ഭൂതം അല്പച്ചനാ? നമുക്ക് പേര് കേട്ടാൽ അറിയാൻ പാടില്ല. ഓൻ കലക്കും. ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ കണാരൻ, ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാ. ആന്ത് സാധനോടാ? ശരിക്കും പറഞ്ഞ ചെത്തുകാരനാ. പിന്നെ കണാരട്ടൻ ഇംഗ്ലീഷിൽ പറഞ്ഞതായിരിക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂന്ന് വിചാരിച്ചല്ല. അയ്യോ ഭയമാനെ, മരണത്തിന്റെ മറികടയിൽ ഇന്നലെ എന്നോട് നീന്തി വന്ന മനുഷ്യനായി ഇവൻ. എന്നാ അങ്ങോട്ട് പോട്ടെ. മരണവും മറുപടിയൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് വിശക്കുന്നു. ഒരു കാര്യം ചെയ്യാം, ഇതിന് നിന്റെ വീട്ടിൽ എടുക്കാം. എന്റെ വീട്ടിലേക്കാ? അത് കൊള്ളാം. അയ്യോ
ഇതാണോ മോനെ നിന്റെ കടം വീട്ടാമെന്ന തല്ലുകാരൻ? തല്ലുകാരനല്ല, ഭയൽവാൻ ഭയൽവാൻ. അമ്മ ഈ പയൽമേൽ എന്ന് പറഞ്ഞ ഗുസ്തിക്കാരൻ. ആണോ മോനിരിക്കി? ആ ഇരുത്താൻ വരട്ടെ, ആദ്യം ഈ അപ്പച്ചമുള്ള ഫുഡ് വരട്ടെ. അമ്മ ഫുഡ് എന്ന് പറഞ്ഞ ഭക്ഷണം. എന്താ മെനു കാർഡ് വേണോ? അയ്യോ കാശൊന്നും വേണ്ട. എന്റെ ഗുസ്തിക്കാരൻ ഇത്തിരി പഴങ്കഞ്ഞി കൊടുത്തു എന്ന് വെച്ച് കാശ് വാങ്ങുന്നത് ശരിയാണോ? പഴങ്കഞ്ഞിയാ, എന്റെ പട്ടി കുടിക്കും. അമ്മ എടുക്കട്ടെ അസ്റ്റന്റ്. ഞാൻ പോവാണ്. പോലെ പഴങ്കഞ്ഞി കുടിക്കാം. വേണ്ട, നമുക്ക് ഹോട്ടലിൽ നല്ല ഫുഡ് കഴിക്കാം. എനിക്ക് ഹോമിലി ഫുഡാ ഇഷ്ടം. പക്ഷെ വേണ്ട, നല്ല ഫുഡ് ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തരാം. വേണ്ട, എനിക്ക് ഈ പഴങ്കഞ്ഞി മതി. ഇത് പഴയ പഴങ്കഞ്ഞിയാ. പഴങ്കഞ്ഞിന് പുതിയതുണ്ടാവോ? ഈ പഴങ്കഞ്ഞി ഗുസ്തിക്ക് നല്ലതാണ്. ഗുസ്തിക്ക് മാത്രമല്ല അസ്ഥിക്കും നല്ലതാണ്. അത് ഗുസ്തിക്ക് അസ്ഥിക്ക് നല്ല ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തരാം. വേണ്ട, എനിക്ക് പഴങ്കഞ്ഞി മതി. എനിക്ക് മതി. ഈ പഴങ്കഞ്ഞി മതി. ഓന്റെ കൂടെ പോയി നല്ല കോഴി ബിരിയാണി കഴിക്കാം. ഇത് അപ്പച്ചൻ. ആരുടെ? ആരുടെയും അല്ല, പേരാ. ഓ, ഗുസ്തിക്കാരനാ. നീലകണ്ഠന്റെ കടം വീട്ടണം. എന്റെ മാനം കാക്കാൻ കൊണ്ടുവന്നതാ. ഈ ദേശക്കാരനല്ല, ചെങ്കോട്ടക്കാരനാ. കോട്ട ഇങ്ങോട്ടുണ്ടെന്ന് എന്തിനാ? ഇവിടെ താമസിപ്പിക്കാൻ വേറെ എവിടെയും ഒരു സൗകര്യമില്ല. ഇവിടെ ആവുമ്പോ നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. ഓടാനും ചാടാനും വ്യായാമത്തിനൊക്കെ സൗകര്യം ഉണ്ടല്ലോ. താൻ പറഞ്ഞാൽ എങ്ങനാ സമ്മതിക്കാണ്ടിരിക്കുക? എന്നാലും എന്റെ മകന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിയട്ടെ. ദുഷ്യന്താ, അച്ഛനെ വിളിച്ചോ? മോനെ, ഇത് അപ്പച്ചൻ ഫയൽമാനാ. ഇവിടെ എല്ലാം ഞാൻ കേട്ടച്ചാ. ഇവിടെ താമസിക്കുന്നതും വ്യായാമം ചെയ്യുന്നത് കൊള്ളാം, പക്ഷെ എന്റെ പഠിപ്പിനെ ബാധിക്കുന്നു. ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ, കുഴപ്പക്കാരനല്ല. ഫയൽവാൻ ഇലക്ട്രിക് എസ്തപ്പാന്റെ കൊച്ചുമോന്. ആണോ? അദ്ദേഹത്തിന്റെ ഗുസ്തി ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരു ശരീരമായിരുന്നു! ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നല്ലേ? എന്റെ അപ്പൂപ്പനായതിൽ പറയല്ല, സാധനം നല്ല ഉരുപ്പിടിയായിരുന്നു. ജീവിതത്തിൽ രണ്ട് പ്രാവശ്യം ഗോതയെ പിടിച്ചിട്ടുള്ളൂ. മൂന്നാമത്തിന് മറന്നുപോയി. ഇനി ആ പാരമ്പര്യം ഞാനായിട്ട് നിലനിർത്തിക്കൊള്ളാം. എന്താ മലക്കോ? അല്ല, മലർത്തും. ഇതൊരു സാധാരണ ഗുസ്തിക്കാരനല്ല, അല്പ സാഹിത്യവും സംസ്കൃതവും ഒക്കെ ഉണ്ട്. എനിക്ക് നല്ല കമ്പനി ആയിരിക്കും. അതാവുമ്പോ അച്ഛനും സന്തോഷവും. അല്ല, ഗുസ്തിക്ക് എന്തിനാ സാഹിത്യം? നീ പരിഹസിക്കണ്ട. ഫയൽമാൻ ആയതുകൊണ്ട് സാഹിത്യത്തിലും കലയിലും ഒന്നും ജ്ഞാനമില്ലാന്ന് ധരിക്കരുത്. 5 or 10 ദിവസം കൂടെ താമസിച്ചോട്ടെ. സ്വന്തം വീട് പോലെ കരുതിക്കോളൂ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഓൾ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണല്ലോ. മാറി എടുക്കാനൊക്കെ വേറെ ഡ്രസ് കൊണ്ടുവന്നിട്ടില്ലേ? ഞാൻ ഉറങ്ങുമ്പോൾ ഒന്നും ഇടാറില്ല. മസിൽസിനൊക്കെ അത് കേടാ. പോട്ടെ.